അസ്സലാമലൈക്കും, സമീലിക്കാണ്. ഇന്നത്തെ പുതിയ വ്ളോഗ് നമ്മൾ കൊടൈക്കനാലിലാണ്. ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. അതാണ് മെയിൻ കാര്യങ്ങൾ. നിങ്ങളെല്ലാം മിക്കെല്ലാം യൂട്യൂബ് ചാനലിലും പോയി എന്നെ കണക്കത്തെ കുറെ പയ്യന്മാരെ ചാനലിൽ പോയിട്ട് നിങ്ങൾ ഇതെല്ലാം കണ്ടു കാണും. എന്നാലും ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അതാണ് മെയിൻ. ഇപ്പൊ രാവിലെ ആയി. ഇപ്പൊ സമയം എത്ര ആയിടാ? 6:45 ഗൈസ്. അപ്പൊ എന്തായാലും സെറ്റ്. ഇവിടെ കുറെ കടകളൊക്കെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. അലുവക്കട. അലുവയാണോടാ? ഇവിടെ ഇപ്പൊ ഇർഫുണ്ട്, നൗഫലുണ്ട്, പിന്നെ ഞാൻ ഉണ്ട്, പിന്നെ ആശാക്കുണ്ട്, ജമീലുണ്ട്. യെസ്. അപ്പൊ നമ്മളെ ടോപ്പ് എത്തിയിട്ട് കാണാം കേട്ടോ. ടോപ്പ് എത്തിയിട്ട് കാണാം. ഓക്കെ ബൈ. രാവിലത്തെ വെയില്, സെറ്റ് വെയില്. നമ്മളിങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോ ചായ കുടിച്ചിട്ട് എന്തെങ്കിലും ഫസ്റ്റ് തുടക്കം. ജമീലുണ്ട്, അശോക് ഉണ്ട്. ചെറിയ അണ്ണൻ്റെ കടയായിട്ട് അണ്ണൻ്റെ കടയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതാണ് പവർ. ചായ ഇവിടെ അതിന് കോവിലാണ് കേട്ടാ. തമിഴ്നാട് ബോർഡർ കയറി കഴിഞ്ഞാൽ ഉടനെ പിന്നെ അങ്ങോട്ട് കോവിലും കാര്യങ്ങളൊക്കെയാണ്. നൈസാണ് കാണാനൊക്കെ, അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. ഇനി നമ്മളിനി ബാക്കിയുള്ളത് ഇപ്പം വന്നുള്ളൂ. 4 ദിവസം ഇവിടെ കറങ്ങി അടിക്കുന്ന ഫൊത്തോ നമുക്ക് കാണാം. എന്നുള്ള പരിപാടി. ഇവിടെ ഒരു വില്ലേജ് ഏരിയയാണ് കേട്ടാ. അതാണ് എൻ്റെ ഹൈലൈറ്റ്. ഔഫൽ ചായ പറഞ്ഞ? യെസ്. നീ കട്ടൻ പറഞ്ഞ? കട്ടനാണ് കേസ്. ഇതാണ് പരിപാടി. ലേസില്ലേ? കപ്പലണ്ടി കഴിക്കാൻ. ഇനി കുറച്ച് നേരത്തേക്ക് കപ്പലണ്ടിയാണ് മെയിൻ. ഒക്കെ വേണോ കപ്പലണ്ടി? രാവിലത്തെ വെയിലുണ്ടല്ലോ, നൈസ് ഉണ്ട്. ഫ്രഷ് എയർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് എയർ ആണ് രാവിലത്തെ. ഒരു പോസിറ്റീവ് എനർജി കാര്യങ്ങൾ സെറ്റാണ് കേസ്. നിങ്ങൾ നമ്മളവിടെ നിന്നൊക്കെ വല്ലപ്പോഴും എങ്ങോട്ടൊക്കെ ഇറങ്ങണം. കൊടൈ, മൂന്നാർ, ഇതാണ്. ഞാനിപ്പോൾ കുറേ നാളിന് ശേഷം ഇങ്ങനെ അമ്മമാരെല്ലാവരും കൂടെ കിട്ടി ഒരു ട്രിപ്പിന് ഇങ്ങനെ ഇറങ്ങുന്ന. പെട്ടെന്ന് പ്ലാൻ ചെയ്ത്, പ്ലാനിങ് എങ്ങനെ വെച്ചാൽ പ്ലാനിങ് ഒന്നുമില്ല. പെട്ടെന്ന് ഇങ്ങ് ഇറങ്ങി രാവിലെ ഇപ്പോൾ ഇവിടെ എത്തി. വണ്ടി എടുക്കുക, ഇങ്ങ് വരിക. ക്ലൈമറ്റൊക്കെ സെറ്റാണ് കേട്ടോ. വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല രാവിലെ. അവിടെ ഓക്കെ ഉണ്ട്. ചായ വന്ന് കഴിച്ച് രാവിലെ തണുപ്പത്തൊക്കെ ഉണ്ടല്ലോ. തണുപ്പത്ത് ഫസ്റ്റ് ചായയോടെ സ്റ്റാർട്ടപ്പ് ചെയ്യാം. എന്നിട്ട് വലിയ കൂടെയൊന്നും കണ്ടൊന്നുമില്ല. അങ്ങോട്ട് പൊരി വെയില്. രാവിലത്തെ വെയിൽ അടിച്ച് തുടങ്ങാന്ന് വിചാരിച്ച്. പക്ഷെ ബാക്കിയുള്ള സെറ്റാണെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് എല്ലാം ഓക്കെ എന്നാ പറഞ്ഞത്. വന്നവരൊക്കെ നോക്കട്ട്. കോട വന്നാൽ ഓക്കെയാണ്, സെറ്റായിരുന്നു. ചായ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ, റൂമിൻ്റെ കാര്യങ്ങൾ നോക്കണം. ആശാക്കായൊക്കെ പോയിട്ടുണ്ടോ റൂമിൻ്റെ കാര്യങ്ങൾ? ഇവരായാന്തോ വെയിറ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലെ പട്ടി ഇവിടുത്തെ പട്ടിയും കണ്ട തമ്മിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതൊരു ഹസ്കിയ കണക്കൊക്കെ ഇരിക്കുന്നത് സാധനം. സത്യം കേട്ടോ. ഇവിടുത്തെ പട്ടിക്കൊക്കെ എന്ത് രസമെന്ന് നോക്കിയാണ് കാണാനൊക്കെ. അയ്യോ, ഇതൊക്കെ നാടൻ പട്ടി എന്ന് പറയുമോ? ഇതൊക്കെ എനോന്നൊക്കെ പറയത്തുള്ളൂ. സൈസ് കണ്ടോ കേസ് ഇതിൻ്റെ പട്ടിയുടെ? അത് ചാടിക്കടിക്കുവത്. സൈസ് ഉണ്ട്. എന്ത് സാധനം ഇത്? നൈസ് കേട്ടാ.
അത് കൊള്ളാം, പട്ടിനെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ റൂം ഇതുവരെ ആയില്ല ചേട്ടാ, അതാണ് മെയിൻ പരിപാടി. റൂമെല്ലാം നോക്കിയാണ് നമ്മളവിടെ റൂം നോക്കുന്ന മെയിൻ പൈ എന്താണ്ടേ ഇർഫാനാണ്. ഇർഫാൻ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. അവിടെ സ്കൂൾ ബസ്സൊക്കെ പോകുന്നു. പിള്ളേരെയൊന്നും കണ്ടില്ല, സ്കൂൾ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. പിള്ളേരെ എനിക്ക് ഒന്ന് കയറ്റാൻ പോയതാണ്. യൂട്യൂബിൽ ഞാൻ വീഡിയോ കണ്ടിട്ട് വിളിച്ചത്. ഇതാണ് സംഭവം. റൂം ഇതുവരെ സെറ്റ് ആയില്ല ചേട്ടാ, അതാണ് മെയിൻ. 10 മണിയാവാറായില്ലടാ. റൂമിൻ്റെ കാര്യത്തിലാണ് കേസ്. ഇങ്ങനെ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഒന്ന് റൂം സെറ്റ് ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഓ നല്ല കത്ത് റേറ്റ് ആ വിഷയം. ഞാൻ കുറച്ച് വ്യൂസൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ട്, എല്ലാം കുന്നിൻ്റെ ഉണ്ടല്ലാണ് ഇരിക്കുന്നത്. നൈസാണ് കേട്ടോ ഇവിടുത്തെ വ്യൂസ് എല്ലാം നൈസാണ്. ഇവിടെ ഒരു അണ്ണൻ കിടന്ന് ഭയങ്കര പിടുത്തം തന്നെ കേട്ടോ. 2000 രൂപ വേണമെന്നാണ് പറയുന്നത്. നോക്കട്ടെ, നമുക്ക് വന്ന് കുറച്ചും കൂടെ ചവിട്ടി വെക്കാം. ഗൈസ് ലാസ്റ്റ് 200 രൂപ എണ്ണം കുറയ്ക്കാന്ന് പറഞ്ഞു. 1800 രൂപയ്ക്ക്. സംസാരിച്ചത് ആരെന്ന് പറഞ്ഞാൽ ഞാൻ ഇർഫാനാണ് സംസാരിച്ചത്. ഉള്ള കാര്യം അറിയില്ല. തമിഴ് അറിയാത്തവന്മാരുണ്ടല്ലോ, തമിഴ് അറിയാത്തവന്മാർ ഇവിടെ കിടന്ന് മെയിൻ ആവുന്നു. ഇവിടെ കിടന്ന് കൊടൈക്കനാലിൽ വന്നിട്ട് അയ്യോ വരിക സീൻ കേട്ടത്. ഇർഫാന് 2000 പറഞ്ഞ 200 രൂപ കുറച്ച്. അത് വലിയ കാര്യം. 2500 പറഞ്ഞ് അവസാനം 1800 നമ്മള് സെറ്റാക്കി. കുഴപ്പമില്ല. നമുക്ക് റൂം ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. പക്ഷെ ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടാ. വ്യൂ എല്ലാം നൈസാണ്. വ്യൂ നൈസ് വ്യൂ. നമ്മളെ ലവ എന്തിനാ കാണിക്കുന്ന ഔപലെ. ഇതാണ്, ഇത് ജൂലി, ഇത് റോക്കി. എന്തൊരിത് ഇപ്പൊ എന്തൊരു കഴിക്കുന്നു. അത് തന്നെ നമ്മ കേറാം കേസ്, നമ്മ കേറാം. ജൂലി ബൂം 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 ബൂം. ഇത് നമ്മളെ ആൾട്ടോ കുട്ടനെ ഇനി കൊണ്ടുവന്നു സെറ്റ്. பணா தேங்க்யூ அண்ணா. உங்க நேம் என்ன? நடராஜ். இதுதான் நடராஜ் அண்ணா. கொடைக்கானல் வந்தா விசிட்டிங் கார்டு இருக்கு, நம்பர் இருக்கு. இந்த ஆளுன்னு கால் பண்ணு. இந்த கொடைக்கானல் வந்தா ஓகே தா. யார் வந்தாலும் கூட அனுப்பி விடுங்க. அண்ணா ഞാൻ റൂം ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. 2500 പറഞ്ഞ് 1500 റൂം സെറ്റ് ചെയ്ത് തന്ന ഇർഫാൻ കപ്പാമ്പളേക്ക് അഭിവാദ്യങ്ങൾ നേരത്തെ കൊള്ളുന്നു. അതാണ് കേസ്. നമ്മളെ പയ്യന്മാർക്ക് എപ്പോഴും സെറ്റാണ് ഇവിടെ പോയാൽ. ഇവിടെ തമിഴ് അറിയാത്ത ഇവനെ തമിഴ് പറഞ്ഞു. അതാണ് എനിക്ക് അത്ഭുതം. അതാണ് ഇപ്പോഴത്തെ പയ്യന്മാരത്ത് എന്തായാലും പറയാനുള്ള. ഇപ്പോഴത്തെ പയ്യന്മാരെന്ന് പറഞ്ഞാൽ നമ്മള് എന്തൊരു പറഞ്ഞാലും അവർ പറഞ്ഞ റേറ്റിലൂടെ നമ്മള് അഡ്ജസ്റ്റ് ആവില്ല. അത് നമുക്കൊരു റേറ്റ് ഉണ്ട്, നമ്മൾ പറയുന്ന അവിടുത്തെ. അതാണ് അവൻ പറയുന്ന കാര്യമുണ്ട്. നമുക്കൊരു റേറ്റ് ഉണ്ട്. ഇവിടത്തെ റൂമേ കാണിച്ചേരേ. റൂമേ കാണിച്ചേരേ. 2 ബെഡാണുള്ളത്. 2 ബെഡ്, പിന്നെ ഒരു ബാത്റൂം അത്യാവശ്യം കുഴപ്പമില്ല കേട്ടാ. സീൻ കേട്ടാ. ഒരു മിററുണ്ട്, പിന്നെ ഒരു വാട്ടർ ഹീറ്റർ ഉണ്ട്. 1800 രൂപയ്ക്ക് കഴിച്ച് ഇത് വെർത്താണ്, കുഴപ്പമില്ല. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടാ. ബാൽക്കണിയാണ് ചേരാൻ കഴിച്ച്. ബാൽക്കണി, ഒരു ബാൽക്കണിയാണ് ഇവിടുത്തെ മെയിൻ. അയ്യോ നൈസ് സ്പോട്ടായിരിക്കും. നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ. 2 കസേര ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഡേ അത്യാവശ്യം കൊള്ളാം. നൈറ്റിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിഞ്ഞൂടെ. അതായത് നൈറ്റ് അപ്പോഴേ അറിയത്തുള്ളൂ. നാളെ എന്തായാലും ലൊക്കേറ്റ് എന്തായാലും ഇന്നിപ്പോൾ 10 മണിക്ക് കയറി, നാളെ 10 മണി വരാം. 24 hours. ഓക്കെ ഓക്കെ. എന്തായാലും നാളെ രാവിലെ 10 മണിക്ക് പോകും. ആ കാണുന്ന ആപ്പിൾ ട്രീ ആണെന്ന് നൗഫൽ പറയുന്ന. അറിഞ്ഞൂടാ, ആപ്പിളൊന്നും കാണാനല്ല. സീസൺ അല്ലെന്ന് തോന്നുന്നു. സീസൺ അല്ല.
ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മള് ഇപ്പൊ ഇങ്ങോട്ട് പോണ ഫ്രഷ് ആയിട്ട് എവിടെ പോണ ഡേജക ഫ്രഷ് ആയിട്ട് ഗൈസ് ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മള് നേരെ ഗുണാകേവിലോട്ടാണ് അങ്ങോട്ട് പോണത്. ഏതാണ് അല്ല അങ്ങനെയൊന്നുമല്ല, ഈസി ആയിട്ട് എവിടെയാന്ന് വെച്ചാൽ നമ്മള് ആദ്യം പ്ലാൻ ചെയ്ത് ഇപ്പൊ സെറ്റ് ആവണം.